മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ തേയ്മാനം, അല്ലാന്നുണ്ടെങ്കിൽ സന്ധിവേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് യൂറിക് ആസിഡ് അല്ലെങ്കിൽ വാദത്തിന്റെ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞ് സ്ഥിരം നമ്മൾ കേൾക്കാറുണ്ട്. എങ്കിൽ ഈ പറയുന്ന ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്ധികൾക്ക് അത് നീർക്കെട്ടുണ്ടാക്കുകയും പിന്നീട് വേദന വരികയും ചെയ്യുന്നു. പഞ്ചസാര അധികം അടങ്ങിയിട്ടുള്ള പാനീയങ്ങളായ പെപ്സി, കോള പോലത്തുള്ളത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തുള്ള CRP ലെവൽസ് കൂടുകയും സന്ധികളിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്നു. രണ്ടാമത്, ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡുകൾ, നമ്മുടെ ഈ ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ സമൂസ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് കാർട്ടിലേജിനെ അത് ബാധിച്ചിട്ട് വീണ്ടും സന്ധിക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അതേപോലെ തന്നെയാണ് പ്രോസസ്ഡ് മീറ്റ്, അതായത് സോസേജ് അല്ലെങ്കിൽ കബാബ് പോലത്തുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റിനെ അത് ടൈറ്റ് ആക്കിയിട്ട് വീണ്ടും വേദന ഉണ്ടാക്കുന്നു. ഇനി മദ്യപിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടാനും യൂറിക് ആസിഡ് കാരണമുള്ള വേദന വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് വൈറ്റ് ബ്രെഡ്, മൈദ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ, ഇതും നമ്മുടെ ശരീരത്ത് നീർക്കെട്ട് കൂടിയിട്ട് ജോയിന്റിന് പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നീർക്കെട്ട് കൂട്ടുന്നുണ്ടെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ.